എടോ തൻ്റെ ആവശ്യം എന്നാലും കുറച്ച് കടന്ന കൈയായപ്പോഴല്ലോ. തനിക്ക് പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളിലേ കോടീശ്വരനാകണം, മതം വളർത്തണം. വഴിയുണ്ട്. ഗോവർദ്ധൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു തരാത്ത ഒരു വഴിയുമില്ലെന്നറിയാമല്ലോ. അതെ, താൻ ഒരു കാര്യം ചെയ്യണം. ആദ്യം സ്കൂൾ തുടങ്ങണം. അതെ, കളിയാക്കിയതോ. എടോ, സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2000 കുട്ടികൾ വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ച് കഴിഞ്ഞാലും മാസം 2 കോടി രൂപ മിച്ചമാണ്. പിന്നെ മതം, അതിൻ്റെ ഇടയിൽ കുട്ടികളിൽ നമുക്കറിയാമല്ലോ, 12 വയസ്സുവരെയുള്ള കുട്ടികളിൽ എന്തു പകർന്നതെന്ന് ചെയ്താലും ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് അവിടെ ഉള്ളിൽ പിടിച്ചിരിക്കുമല്ലോ. ചില കഥകളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. മതപരമായ ചെറിയ ചെറിയ ഗുളികകൾ അങ്ങോട്ട് കൊടുക്കണം. കുട്ടിക്കാലത്തല്ലേ ചെറിയ ചെറിയ കഥകളിലൂടെ അതവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും. മതി, അതവിടെ വളർന്നോളും. ആദ്യം അല്ലക്കുരു, താൻ വലിയ അയണി കണ്ടിട്ടുണ്ടല്ലോ, ആദ്യം അല്ലക്കുരുവായിട്ടാണ് ആ അയണി വളർന്ന് വലുതാകുന്നത്. അല്ലക്കുരു അവിടെ ഇട്ട് കൊടുത്താൽ മതി, അത് വളരും. പിന്നെ ആശുപത്രിയും തുടങ്ങണം. ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞാലുള്ള കാര്യം, കുറച്ച് നഴ്സുമാരെയും ഡോക്ടർമാരെയൊക്കെ വയ്ക്കണം. പൈസ പിഴിയാം. പക്ഷെ ഒരു കാര്യം, പൈസ പിഴിയുന്നതോടൊപ്പം കുറേ നമ്മൾ അങ്ങോട്ട് ചിലവാക്കിയും വരും. ചില ആൾക്കാർ രോഗത്താൽ വലഞ്ഞ് കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ വരും. അവരെ നമ്മൾ ചെറുതായി സഹായിക്കണം. അവരുടെ ബില്ലൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കണം. അവരുടെ മുന്നിൽ പ്രാർത്ഥനകൾ നടത്തണം. നമുക്കറിയാലോ, 2 കൈയും വിട്ടു നിൽക്കുന്ന മനുഷ്യൻ മുങ്ങിച്ചാകുന്നവനെ കച്ചിത്തുരുമ്പിലും കയറി പിടിക്കും. അപ്പോൾ അവൻ എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും അവൻ ചെയ്യുന്നത് എന്തു ചെയ്യും? ആ മതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കും. പിന്നെ നമുക്ക് മതപ്രചരണത്തിനൊക്കെ അവരെ ഉപയോഗിക്കാന്നേ. ഇത് വഴികൾ നമ്മൾ കുറച്ചങ്ങോട്ട് ഇടുക. നമ്മളറിയില്ലേ, നമ്മൾ കോഴിയെ പിടിക്കാൻ അങ്ങോട്ട് അരി വാരിയിടില്ലേ? ആ അരി വാരിയിട്ട് കോഴിയെ പിടിച്ചാൽ എന്തു ചെയ്യും? അതിനെ നമ്മൾ അറുത്ത് കൂട്ടാൻ വയ്ക്കില്ലേ? അതുപോലെ തന്നെയാണ് വഴികൾ പലതുണ്ട്. പക്ഷേ ഈ വഴികൾ മറ്റാരോടും പറഞ്ഞു കൊടുക്കണ്ട. ഗോവർദ്ധൻ്റെ മുന്നിൽ വരുന്ന ഒരാളും വഴിയറിയാതെ പോകാൻ പാടില്ല. എല്ലാത്തിനും ഉത്തരം ഈ ഗോവർദ്ധൻ്റെ കയ്യിലുണ്ട്.